ಮಹನೀಯ ನಮ ಸುಲಿವೆ మహనీయ నమ సులివే మన్నించి గై కొనవే మహనీయ నమ సులివే మన్నించి గై కొనవే మహనీయ నమ సులివే మన్నించి గై కొనవే మహనీయ నమ సహనములేమి చేరి పులు సహనములేమి చేరి పులు సజ్జనులను హింసింప సహనములేమి చేరి పులు సజ్జనులను హింసింప సాహసించిన సరి సరి మరి సమాని సరి మరి మరి రి సరి సరి మరి మాని ని సని రే సని మాని ని రి మరి సరి ని రి సని మరి మా ని సరి మరి సని ని సని మరి రి మరి రి సని మహనీయ నమ సులివే మన్నించి గై కొనవే మహనీయ నమ సులివే సులివే ബിന്നെ ചന്ദ്രമുഖി എന്ന ചിത്രത്തിലൂടെയാണ് തമിഴ്നാട്ടുകാർക്കൊക്കെ അറിയാം എന്നതെങ്കിലും എനിക്ക് തോന്നുന്നു നമ്മൾ മലയാളികൾക്കൊക്കെ ബിന്നെ ഒരു ക്ലാസിക്കൽ സിംഗറായിട്ട് വളരെ കാലം മുൻപേ അറിയാം ആയിരിക്കും അല്ലേ? ബിന്നി ശാസ്ത്രീയ സംഗീതം ഇപ്പോഴും പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? ഇപ്പോൾ ടൈം കിട്ടാറില്ല. എന്നാലും കൃഷ്ണകുമാർ, എൻ്റെ ഭർത്താവ് കൃഷ്ണകുമാറിൻ്റെ ഗുരു, ഞങ്ങൾ ഇവിടെ മോഹനേന്ദ്രൻ സാറിൻ്റെ അടുത്ത് ആയിരുന്നു ആദ്യം പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും ബാലമുരളീകൃഷ്ണ സാറിൻ്റെ അടുത്ത് അദ്ദേഹത്തിന് സമയം കിട്ടുമ്പോഴല്ല ഞങ്ങൾ പോകാറുണ്ട്. ഇപ്പൊ പാടിയത് ബാലമുരളി സാറിൻ്റെ അദ്ദേഹത്തിൻ്റെ തന്നെ രാഗമാണ് സുമുഖം എന്നുള്ള. നമ്മുടെ ശാസ്ത്രീയ സംഗീതത്തിൽ ഈ സ്വരാന്തര രാഗങ്ങളില്ലായിരുന്നു. അത് ഇദ്ദേഹമാണ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. 4 സ്വരങ്ങൾ, ആരോഹണത്തിൽ 4 സ്വരം, അവരോഹണത്തിൽ 4 സ്വരം. അറിയില്ല, ഔഡവം ഷാഡവം സ്വരാന്തരം ഇല്ലായിരുന്നു. ഇപ്പൊ ഇദ്ദേഹം നിറയെ വേറെ സഗപനീ സാനി പഗസ അതിശയ രാഗം, അതിൽ പാട്ടുമുണ്ട്. മഹതി എന്നൊരു രാഗത്തിന്റെ പേര്. ലവങ്കിയുണ്ട്, സരി മദ സദ മരീസ. എനിക്ക് തോന്നുന്നു ഈ രാഗത്തിൽ രവീന്ദ്രൻ മാഷ് ഒരു ഇതിൽ കിഴക്കുണരും പക്ഷിയിൽ ലാസ്റ്റ് ഒരു പാട്ട് ഈ ലവങ്കി രാഗത്തിൽ ചെയ്തിട്ടുണ്ട്. വാസ്തവത്തിൽ കർണാടക സംഗീതത്തിന്റെ തിയറിയൊക്കെ ഭേദിച്ചുകൊണ്ടാണ് അദ്ദേഹം അല്ലേ പുതിയ രാഗങ്ങൾ രാഗമുണ്ട്. ഏതാണത്? ഉമ്മാസുതം നമാമി, അങ്ങനെ ഒരു പാട്ട് അദ്ദേഹത്തിന്റെ തന്നെ. അദ്ദേഹം കണ്ടുപിടിച്ചാണ് 3 സ്വരങ്ങളിലും